ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ HF ഡീലക്സ് ആണ് വണ്ടി. നമ്മൾ സർവീസ് വർക്കായിട്ട് കയറ്റിയാണ്. ജോബുകളിൽ പറഞ്ഞേക്കണ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെക്കപ്പ്, കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, പിന്നെ ചെയിൻ ചെക്ക് ചെയ്യണം, ആക്സിലേറ്റർ കേബിൾ റേസ് ആവുന്നുണ്ട്, സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ജനറലായിട്ട് സർവീസ് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക. ഇത്രയും കേസാണ് പറഞ്ഞേക്കണ വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഓടിച്ചു നോക്കുമ്പോൾ ചെയിനൊക്കെ നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആണ്. ചെയിൻ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. പിന്നെ ബ്രേക്കൊക്കെ ഓൾറെഡി ജാമാണ്, ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട്, റേസ് ആവുന്നുണ്ട്. അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ കിട്ടിയ കംപ്ലയിൻറ്റ്. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലത്തെ വീലോടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ലൈനറൊക്കെ കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ലൈനർ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ വീൽ റബ്ബറൊക്കെ അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ആണ്. ചെയിൻ മാക്സിമം വലിച്ച് എത്തിയിട്ടുണ്ട്. തന്നെയല്ല നല്ല രീതിയിൽ ലൂസും ഉണ്ട്, കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്, ഓവർ ടൈറ്റ് കാണിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് ഏകദേശം ഇതാണ് അവസ്ഥ. അപ്പോൾ ഓയിലും കൂടി നമ്മൾ കൂട്ടത്തേക്ക് അയച്ചു വിട്ടുണ്ട് മാറ്റാനായിട്ട്. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ നമുക്ക് ഈ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബാറ്ററി, വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അത് ഇരിക്കണ ബാറ്ററി. അപ്പോൾ അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യും. 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ നമുക്ക് സെൽഫ് എടുക്കാനായിട്ട് അത്യാവശ്യം ബാറ്ററിക്ക് അത്യാവശ്യം ആംപിയർ വേണം. അതായത് ലോഡ് കൊടുക്കുന്ന സമയത്തും വോൾട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 9 വോൾട്ടിൽ താഴേക്ക് പോകാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് 7 വോൾട്ട് 6 വോൾട്ടിലേക്ക് കൊണ്ട് 6.9ലേക്ക് വന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററി മാറ്റി പുതിയത് വെച്ചാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. പിന്നെ അത് കൂടാണ്ട് കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് വീലുമേക്ക് ഒരു കേബിൾ കോമ്പി ബ്രേക്ക് പോകുന്നുണ്ട്. അത് കൂടാതെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ലോഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കേബിൾ മാറണം, അതേപോലെ തന്നെ കോമ്പി ബ്രേക്കിൻ്റെ കേബിളും മാറണം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കോമ്പി ബ്രേക്കിൻ്റെ കേബിളും മാറ്റിയിടണം. പിന്നെ അത് കൂടാണ്ട് ക്ലച്ച് കേബിൾ ലോഡായിട്ടുണ്ട്, ആക്സിലേറ്റർ കേബിൾ ലോഡായിട്ടുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും റേസിംഗ് ആണ്. ആക്സിലേറ്റർ കേബിൾ ലോഡായതുകൊണ്ട് റേസ് ആവുന്നുണ്ട്, ക്ലച്ച് കേബിൾ ലോഡായതുകൊണ്ട് തന്നെ കിക്കറൊക്കെ അടിക്കുമ്പോൾ ചില നേരത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോണ പോലെ പോകുന്നുണ്ട്. അത് അങ്ങനെ കിടന്ന് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലച്ച് ഡിസ്ക് കിടക്കുന്ന കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അതിൻ്റെ കേബിൾ പോയി കിടക്കുകയാണ്. അപ്പോൾ സ്പീഡോമീറ്റർ കേബിളും കൂടി നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമേ നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റാനുണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാറ്റാനുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. നമുക്കതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ഫോർക്കിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ നനവ് പോലെ നിന്നിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള ലീക്കില്ല, ചെറിയൊരു ലീക്ക് പോലെ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് റിപ്പീറ്റ് വന്നുണ്ടോ എന്ന് നോക്കാം. വന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ കയറ്റുമ്പോൾ അതൊന്ന് അഴിച്ച് ഓയിൽ സീൽ മാറ്റാം. മിക്കവാറും ഓയിൽ സീൽ മാറ്റിയാൽ കിട്ടില്ല, പൈപ്പ് അടക്കം മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗിക്കുക. വലിയ ലീക്ക് വരാണെങ്കിൽ അഴിച്ച് ഫോർക്ക് പൈപ്പും വിത്ത് ഓയിൽ സീലും മാറ്റി റീസെറ്റ് ചെയ്യുക. അപ്പോൾ ആ കംപ്ലയിൻ്റ് അവിടെ മാറിക്കോളും. അപ്പോൾ ബാക്കിയത്തെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ അത്യാവശ്യം വാട്ടർ സർവീസ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട് വണ്ടി, പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാട്ടർ സർവീസും കൂടി കൂട്ടത്തിൽ കൂടെ നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്തേക്കണേ.